സ്പെയിനിലെ ദറോക്കയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. വർഷങ്ങൾ നീണ്ടുനിന്ന സ്പാനിഷ് മൂർ യുദ്ധപരമ്പരയ്ക്കിടയിലാണ് ഈ അത്ഭുതം നടന്നത്. യുദ്ധത്തിനിടയിൽ പടത്തലവന്മാർ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു. ഇതറിഞ്ഞ ഫാദർ മത്തയോ മർത്തിനസ് അവർക്കായി യുദ്ധഭൂമിയിൽ ദിവ്യബലി അർപ്പിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പടത്തലവന്മാർക്ക് സാധിച്ചില്ല. അതിനാൽ അദ്ദേഹം തിരുവോസ്തികൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് പടത്തലവന്മാർ വന്നപ്പോൾ അദ്ദേഹം അവർക്ക് നൽകാൻ സൂക്ഷിച്ചു വച്ച തിരുവോസ്തികൾ പുറത്തെടുത്തു. അപ്പോൾ അവ രക്തത്തിൽ കുതിർന്ന് പൊതിയാൻ ഉപയോഗിച്ച തുണിയോട് ഒട്ടിപ്പിടിച്ച നിലയിൽ കാണപ്പെട്ടു. അടുത്ത ദിവസം രക്തത്തിൽ ഒട്ടിപ്പിടിച്ച തുണികൾ ഒരു കുന്തത്തിൽ വച്ചു കെട്ടി ഒരു പതാക കണക്കെ പടത്തലവന്മാർ യുദ്ധക്കളത്തിൽ കൊണ്ടുപോയി. പ്രസ്തുത യുദ്ധത്തിൽ അവർ ചരിത്ര വിജയം നേടുകയും ക്യാബിൻ ഓഫ് ചിറയാലു ചെൻതെ പിടിച്ചടക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാന അർപ്പിച്ചത് യുദ്ധഭൂമിയിലായതിനാൽ രക്തത്തിൽ കുതിർന്ന തിരുവസ്ത്രങ്ങളുടെ ഉടമസ്ഥത എല്ലാ പടത്തലവന്മാരും അവകാശപ്പെട്ടു. നേതാക്കന്മാർ ധാരണയിലെത്താത്തതിനാൽ തിരുവസ്ത്രം ഒരു കഴുതയുടെ പുറത്ത് കെട്ടിവെക്കുവാനും കഴുത ചെന്നെത്തുന്നിടം തിരുശേഷിപ്പ് സൂക്ഷിക്കാൻ ദൈവം നിശ്ചയിച്ച സ്ഥലമായി കണക്കാക്കാനും അവർ തീരുമാനിച്ചു. അപ്രകാരം തിരുശേഷിപ്പ് വഹിച്ച കഴുത 12 ദിവസം പല സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് ദറോക്കയിലെ സെന്റ് മാർക്കോസിന്റെ ദേവാലയത്തിനു മുമ്പിൽ വന്നു നിന്നു. അവിടെ അവർ പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ പുതുതായി ഒരു ദേവാലയം പണികഴിക്കുകയും തിരുശേഷിപ്പ് പ്രസ്തുത ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇന്നും യാതൊരു മാറ്റങ്ങളും സംഭവിക്കാത്ത തിരുശേഷിപ്പ് എല്ലാവർക്കും അവിടെ കാണാൻ സാധിക്കും.